ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ദോശയാണ്. നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്തി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഉഴുന്നും ഇതുപോലെ തന്നെ കുതിർത്തി നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 4 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ ഈ എടുത്ത അരിയുടെ ഉഴുന്നിൻ്റെ ഒക്കെ കുറച്ച് മുകളിലായിട്ട് അത്രമാത്രം ഓവറായിട്ട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ലെവലിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ഉണ്ടാവും. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് ഒട്ടും തരിതരിപ്പില്ലാതെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നാണ് പറയുക, നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അധികം വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് അപ്പം ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ദോശയ്ക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതേ സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത്രയൊന്നും വെള്ളം ഒഴിക്കരുത്, നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശമാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മുട്ടയുടെ കൂട്ടും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ഉള്ളി കട്ട് ചെയ്തെടുത്തതും 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസ് ക്യാപ്സിക്കം. ഞാനിതിലേക്ക് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി അപ്പം ചുട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഓയിലങ്ങ് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. കുക്കാവാൻ തുടങ്ങുന്നുണ്ട്. 1 ടീസ്പൂണോളം ഓയിൽ ഇതുപോലെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഗീ താല്പര്യം ഉണ്ടെങ്കിൽ ഗീ ഇതുപോലെ ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ സാധാരണ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മുട്ടയുടെ ബാറ്റർ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിത് ഈ ഒരു കുഴിയിലാണ് പരത്തിയാക്കിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡ് ആക്കിയിട്ടില്ല. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-10 സെക്കൻഡ് മതി, മുട്ട പെട്ടെന്ന് കുക്കാവും. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ എടുക്കാം. പക്ഷെ മുട്ടയും കൂടി ചേർത്തുകൊണ്ട് ഞാൻ എന്തായാലും മറിച്ചിട്ട് കൊടുക്കും. നല്ല ക്രിസ്പിയാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാറില്ല. പക്ഷേ ഇതുപോലത്തെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്ന പൊങ്ങി വരുന്ന ദോശയില്ലേ, അതൊന്ന് മറിച്ചിട്ട് ഞാൻ എടുക്കാറുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പാടനെ തിരിച്ചിട്ട് ഇങ്ങ് എടുക്കും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാണ്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്